കുറച്ചു നേരത്തേക്ക് ശാന്തമായി കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രതലത്തിലാണ്. ചൊവ്വാഗ്രഹത്തിലാണെന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ശബ്ദമായിരിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ശാന്തമായിട്ടുള്ള ഡെഡ് സൈലൻസ് ആയിരിക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല. കാറ്റിൻ്റെ മർമ്മരം നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട്. ശാന്തമായി കാറ്റ് അവിടുത്തെ പാറക്കെട്ടുകൾ വന്ന് അലതല്ലുന്നത് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കേൾക്കാം. അതെ, ചൊവ്വാഗ്രഹത്തിൽ കാറ്റുണ്ട്, വായുവുണ്ട്, കാലാവസ്ഥയുണ്ട്, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, സീസൺസ് ഉണ്ട്. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇതിനെല്ലാം ഉപരി അവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജനുമുണ്ട്. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, നിങ്ങൾ കേട്ടത് അങ്ങനെ തന്നെയാണ്. ഓക്സിജൻ ചൊവ്വാഗ്രഹത്തിലുണ്ട്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള അത്രയും ഓക്സിജൻ അവിടെയില്ല, അതിനേക്കാൾ കുറവാണ്. വെറും ഒരു ബ്രെഡ് ടോസ്റ്ററിൻ്റെ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നാസയ്ക്ക് ചൊവ്വാഗ്രഹത്തിലെ ഈ ഓക്സിജനെ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. വെറുതെ അങ്ങ് ശേഖരിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്ന പ്യുവറായിട്ടുള്ള ഓക്സിജനാക്കി മാറ്റിയിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്യുവർ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നില്ല. നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ വെറും 27% മാത്രമാണ് ഓക്സിജൻ. കുറച്ച് നേരത്തേക്ക് നമുക്ക് ചൊവ്വാഗ്രഹത്തിലേക്ക് പോകാം. അവിടുത്തെ കാലാവസ്ഥയും കാറ്റും സീസൺസും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഒപ്പം മോക്സി എന്ന ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് ചൊവ്വാഗ്രഹത്തിൽ നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്ന ഓക്സിജൻ ഉണ്ടാക്കിയെടുത്തതെന്ന് പരിശോധിക്കാം. ഭാവിയിൽ അതെന്തൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചൊവ്വാഗ്രഹത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന നാസയുടെ ഒരു ഉപഗ്രഹമുണ്ട്, മാവൻ. ഒരു ഉപഗ്രഹമല്ല, ഒന്നിലധികം ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് മാവനെയാണ്. കുറച്ച് വർഷം മുമ്പ് ഞാൻ മാവനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പലരും മാവനെ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് കമൻറ്റ് ചെയ്തിരുന്നത്. ഈ മാവൻ മിഷൻ 2015 മുതൽ ഇപ്പോഴും ചൊവ്വയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വെറുതെ അങ്ങ് കറങ്ങുകയല്ല, അതിനവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ 2026 ആകുമ്പോൾ മാവൻ കുറേ കാര്യങ്ങൾ പഠിച്ച് അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാവൻ്റെ ഫുൾ ഫോം മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ എവല്യൂഷൻ എന്നാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുപരിയായി വർഷങ്ങൾക്ക് മുമ്പുള്ള ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് കാണുന്ന ചൊവ്വാഗ്രഹമേ ആയിരുന്നില്ല. അത് ഏറെക്കുറെ നമ്മുടെ ഭൂമിയെപ്പോലായിരുന്നു. ഭൂമിയിൽ ഇന്ന് കാണുന്ന പോലുള്ള ജീവജാലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അവിടെ വെള്ളം ഉണ്ടായിരുന്നു, പുഴയുണ്ടായിരുന്നു, വലിയ വലിയ തടാകങ്ങളുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയോ ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ വെള്ളം മുഴുവനും വറ്റി വരണ്ടുപോയി. അവിടുത്തെ അന്തരീക്ഷം തന്നെ ശോഷിച്ച് ശുഷ്കമായി പോയി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ട്രിഗറിങ് പോയിൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഉത്തരവൊന്നുമില്ല. പക്ഷേ കുറേ ഹൈപ്പോത്തിസിസ് ഉണ്ട്. അതിനൊരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവനെ നമ്മളങ്ങ് ചൊവ്വാഗ്രഹത്തിലേക്ക് അയച്ചത്. അതിനു പുറമെ ചൊവ്വാഗ്രഹത്തിലെ ഈ കാലഘട്ടത്തിലെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കണം. ആ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണം. അവിടുത്തെ പ്രതലത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അവിടെ ഉള്ള മലനിരകളെക്കുറിച്ചും ഗർത്തങ്ങളെക്കുറിച്ചും താഴ്വാരങ്ങളെക്കുറിച്ചും ഒക്കെ മാവന് മനസ്സിലാക്കണമെന്നല്ല, ഇതൊക്കെ ശരിക്കും മാവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മാവൻ ചൊവ്വാഗ്രഹത്തിന് ചുറ്റും വലം വയ്ക്കുന്നത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലൂടെയാണ്. അതായത് ചില സമയത്തൊക്കെ ഇത് ചൊവ്വാഗ്രഹത്തിൻ്റെ വളരെ അടുത്തൂടെ കടന്നു പോകും, ചില സമയത്തൊക്കെ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വളരെ അകന്നായിരിക്കും സഞ്ചരിക്കുന്നത്. ചൊവ്വാഗ്രഹത്തിൻ്റെ വളരെ അടുത്തൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചൊവ്വാഗ്രഹത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ അപ്പർ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള മോളിക്യൂൾസിനെക്കുറിച്ച് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. മാവനിൽ ഒരു ടൂളുണ്ട്, NGIMS അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്യാസ് അയൺ മാസ് സ്പെക്ട്രോമീറ്റർ. ഇത് എല്ലായ്പ്പോഴും പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കും. ഈ ആട്ടത്തിലൂടെ അവിടെയുള്ള പദാർത്ഥങ്ങളുടെ, കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെയുള്ള വാതകങ്ങളുടെ വേഗത ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 2015 തുടങ്ങിയ ആട്ടമാണ്. ഇപ്പോൾ 2026 അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു.
ഇങ്ങനെ കിട്ടിയ ഡേറ്റ ഉപയോഗിച്ച് ശരിക്കും ചൊവ്വാഗ്രഹത്തിൻ്റെ ഒരു ഭൂപടം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭൂപടത്തിൽ വായുവിൻ്റെ പ്രവാഹവും നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞു. വായു എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ഏത് മാസം ഏത് ഡിറക്ഷനിലൂടെ സഞ്ചരിക്കും, ആ കറങ്ങിപ്പോകുന്ന വാതകം പിന്നീട് എങ്ങോട്ടാണ് സഞ്ചരിച്ച് പോകുന്നത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒരു ക്ലൈമാറ്റിക് മാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഭൂമിയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രാഫുകളും മാപ്പുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഭൂമിക്ക് വെളിയിൽ മറ്റൊരു ഗ്രഹത്തിൽ ഇങ്ങനെയൊരു മാപ്പ് ഉണ്ടാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു. മാവൻ എല്ലായ്പ്പോഴും ഒരൊറ്റ ഓർബിറ്റിലൂടെ മാത്രമല്ല ചൊവ്വാഗ്രഹത്തെ വലം വയ്ക്കുന്നത്. അങ്ങനെ വലം വെച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചൊവ്വാഗ്രഹത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും മാപ്പ് ചെയ്യണമെങ്കിൽ, എല്ലാ പ്രദേശങ്ങളിലെയും വാതകത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും അത് സഞ്ചരിച്ചിരിക്കണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാവന് ചൊവ്വാഗ്രഹത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ഒപ്പിയെടുക്കാൻ സാധിച്ചു. കാലാവസ്ഥയെക്കുറിച്ച് മാത്രമല്ല അത് മനസ്സിലാക്കിയത്, ചൊവ്വാഗ്രഹത്തിലെ പ്രതലത്തെക്കുറിച്ചും മനസ്സിലാക്കി. അതെങ്ങനെയാണ് ഈ അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ അതിൻ്റെ പ്രതലത്തെ മനസ്സിലാക്കുന്നത്? ആ പ്രതലത്തിൻ്റെ ഫോട്ടോ വല്ലതും എടുക്കുന്നുണ്ടോ? മാവന് ഒരു ഫോട്ടോയുടെ ആവശ്യമില്ല. ഫോട്ടോ എടുക്കാതെ തന്നെ അതിൻ്റെ പ്രതലത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റകൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? മാവൻ ഒരു ഘട്ടത്തിൽ അടുപ്പിച്ച് 2 തവണ തെസ്യൂസ് പ്ലേറ്റോയുടെ മുകളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ 2 തവണ സഞ്ചരിച്ചപ്പോൾ അതിനൊരു കാര്യം മനസ്സിലായി. ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ചൊവ്വയുടെ പ്രതലത്തിൽ നിന്ന് നേരെ മുകളിലോട്ട് അതിശക്തമായിട്ട് വായുവിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാകുന്നു. എന്താണെന്ന് ആദ്യം ഗവേഷകർക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നീടാണ് കാര്യത്തിൻ്റെ കടപ്പ് മനസ്സിലായത്. അവിടെ ഒരു പടുകൂറ്റൻ അഗ്നിപർവ്വതമുണ്ട്. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പർവ്വതം അത് മൗണ്ട് എവറസ്റ്റ് ആണല്ലോ. മൗണ്ട് എവറസ്റ്റിൻ്റെ ഏതാണ്ട് 2 ഇരട്ടിയോളം ഉയരമുണ്ട് ഈ പടുകൂറ്റൻ അഗ്നിപർവ്വതത്തിന്. ആ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോഴാണ് ശക്തമായിട്ടുള്ള വായുവിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാകുന്നത്. അതെന്താ, ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്നും വായു മുകളിലേക്ക് വരുന്നുണ്ടോ? ആ അഗ്നിപർവ്വതം ലാവയ്ക്ക് പകരം വായുവിനെയാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അതൊന്നുമല്ല റീസൺ. അത് മനസ്സിലാക്കണമെങ്കിൽ വായുവിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. വായു അതിശക്തമായ വേഗതയിൽ ഭൂമിയിലാണെങ്കിലും ചൊവ്വാഗ്രഹത്തിലാണെങ്കിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വലിയ മലനിരകളൊക്കെ ഉണ്ടെങ്കിലോ, ആ മലനിരകളിൽ വന്ന് ഇത് ഇടിച്ചു കയറും. ഇടിച്ചു കയറിയതിന് ശേഷം അത് ബൗൺസ് ചെയ്ത് അല്പം മുകളിലൂടെ കടന്നു പോകും. അങ്ങനെ അല്പം മുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള അന്തരീക്ഷത്തിലെ വായുവും മുകളിലേക്ക് പോകും. അതൊരു തിരമാല പോലെ മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ശക്തമായിട്ടുള്ളൊരു കാറ്റിനെ നമ്മുടെ മേവന് നേരിടേണ്ടി വന്നത്. ഒരാഴ്ച മുമ്പ് ചൊവ്വാഗ്രഹത്തിലെ ഒരു പ്രാചീന തടാകമായിരുന്ന ജസീറോ ക്രേറ്ററിൻ്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് പേര് ചെയ്ത കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ചൊവ്വാഗ്രഹത്തിൽ ഒരു രീതിയിലുള്ള അന്തരീക്ഷവുമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതുപോലുള്ള കാറ്റ് അവിടെ വന്ന് അടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പല ആളുകൾക്കും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ കാറ്റില്ല, അവിടെ അന്തരീക്ഷമില്ല, ചന്ദ്രനെ പോലെ തന്നെയാണ് ചൊവ്വാഗ്രഹമെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ചൊവ്വാഗ്രഹത്തിൽ കാറ്റുണ്ട്. അതിൻ്റെ കാരണം ചൊവ്വാഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റിയാണ്. ഭൂമിയുടെ അത്രയും ഗുരുത്വാകർഷണ ബലം ചൊവ്വാഗ്രഹത്തിനില്ല. എങ്കിൽ പോലും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രാവിറ്റി അവിടെ ഉണ്ട്. ചൊവ്വാഗ്രഹത്തിന് ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ 38% ഗ്രാവിറ്റി ഉണ്ട്. അതേസമയം ചന്ദ്രന് വെറും 18% മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചന്ദ്രന് അന്തരീക്ഷമില്ലാത്തതും ചൊവ്വയ്ക്ക് ഒരു നേർത്ത അന്തരീക്ഷമുള്ളതും. ചൊവ്വാഗ്രഹത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കുറവാണ്. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ 0.6% മാത്രമാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ചന്ദ്രനാണെങ്കിൽ ഓൾമോസ്റ്റ് 0 ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ചൊവ്വാഗ്രഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അവിടെ 95.3% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നൈട്രജനാണ് സ്ഥാനം, 2.7% നൈട്രജൻ. അത് കഴിഞ്ഞാൽ ആർഗൺ 1.6%. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ ഓക്സിജൻ വരത്തുള്ളൂ. ഓക്സിജൻ്റെ അളവ് 0.13% മാത്രം. കാർബൺ ഡൈ ഓക്സൈഡിന് പുറമെ അവിടെ 0.08% കാർബൺ മോണോക്സൈഡുമുണ്ട്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഞെട്ടുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അവിടെ ജലകണവുമുണ്ട്, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസുമുണ്ട്. ചൊവ്വാഗ്രഹത്തിലെ വാട്ടർ മോളിക്യൂൾസിൻ്റെ ശതമാനം 0.01%. നാസ ചൊവ്വാഗ്രഹത്തിലേക്ക് ഇതുവരെ 5 റോവറുകളെ അയച്ചിട്ടുണ്ട്.
അതിലെ 5ാമതായിട്ട് അയച്ച റോവറാണ് പെർസിവറൻസ്. 2021 പെർസിവറൻസ് അവിടെ എത്തുന്നത്. ജെസീറോ ക്രേറ്റർ എന്ന അഗാധമായിട്ടുള്ള ഒരു ഗർത്തത്തിലേക്കായിരുന്നു അന്നത് ലാൻഡ് ചെയ്തത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രാചീന കാലത്തെ ഒരു തടാകമായിരുന്നു ഈ ജെസീറോ ക്രേറ്റർ. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് യഥാർത്ഥ ദൃശ്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ ജെസീറോ ക്രേറ്ററിലേക്ക് ഇറങ്ങിയ പെർസിവറൻസിൽ ഒരു ടൂൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടൂളാണ് മോക്സി, മാർസ് ഓക്സിജൻ ഇൻസൈറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ മോക്സി അവിടെ ഓക്സിജനെ ഉണ്ടാക്കിയെടുത്തു. വെറും ഒരു ബ്രെഡ് റോസ്റ്ററിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള മോക്സിയാണ് ഓക്സിജനെ ഉണ്ടാക്കിയെടുത്തത്. അത് വളരെ ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ ആയിരുന്നു. 98% അതിൽ ഓക്സിജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അത്രമാത്രം ഓക്സിജൻ ഇല്ല. ഭൂമിയുടെ മൊത്തം അന്തരീക്ഷത്തിൻ്റെ 21% മാത്രമാണ് ഓക്സിജൻ. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ഉള്ളിലേക്ക് വരുന്ന ഓക്സിജൻ്റെ അളവ് വെറും 21% മാത്രമാണ്. ബാക്കിയുള്ളതിൽ മെജോറിറ്റിയും നൈട്രജനാണ്. അതായത് മോക്സി ഉണ്ടാക്കിയെടുത്ത ആ ഓക്സിജനെ നമുക്ക് നേരിട്ട് ശ്വസിക്കാൻ പറ്റില്ല. അതിനെ നൈട്രജനുമായിട്ട് മിക്സ് ചെയ്താൽ മാത്രം നമുക്ക് ശ്വസിക്കാം. മോക്സി ഓക്സിജനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിച്ച പ്രോസസ്സിൻ്റെ പേരാണ് സോളിഡ് ഓക്സൈഡ് ഇലക്ട്രോളിസിസ്. അതിൻ്റെ ഭാഗമായി ആദ്യം ചൊവ്വാഗ്രഹത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചൊവ്വാഗ്രഹത്തിലെ പൊടിപടലങ്ങളും ഉണ്ടായിരിക്കും. ആ പൊടിപടലമൊക്കെ അത് ഫിൽട്ടർ ചെയ്ത് കളയും. അതിനുശേഷമുള്ള ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ അത് വർദ്ധിപ്പിക്കും. അതായത് ഡെൻസിറ്റി കൂട്ടും. കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുവരും. അങ്ങനെ നല്ലൊരു കോൺസെൻട്രേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കഴിയുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു താപനില കൊടുക്കും. 800 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അപ്പോഴത്തെ താപനില. അതായത് വെള്ളം തിളയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ടെമ്പറേച്ചറിൻ്റെ ഏകദേശം 8 ഇരട്ടിയോളം വരും. അത്രയും ശക്തമായിട്ടുള്ള താപനിലയിൽ ആ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബൺ മോണോക്സൈഡിനെയും ഓക്സിജനെയും അത് വേർതിരിച്ചെടുക്കും. കാർബൺ മോണോക്സൈഡിനെ ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തന്നെ വിടും. ഓക്സിജനെ അത് സൂക്ഷിച്ചു വയ്ക്കും. നല്ലൊരു സാഹചര്യത്തിൽ മോക്സി തുടർച്ചയായ 1 മണിക്കൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് 12 ഗ്രാം ഓക്സിജൻ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള സമയം ഒരു മനുഷ്യന് ചൊവ്വാഗ്രഹത്തിൽ ഈ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസിക്കാം. പക്ഷേ അങ്ങനെ മനുഷ്യന് ശ്വസിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഓക്സിജൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം വേറെയാണ്. ചൊവ്വാഗ്രഹത്തിലേക്ക് നമ്മൾ മനുഷ്യരെ അയക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു കോളനിയൊക്കെ ഉണ്ടാക്കി അവിടെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തണം. എന്നാൽ മനുഷ്യനെ എന്നേക്കുമായിട്ട് അവിടെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. അവരെ തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അവിടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വേണമല്ലോ. അവിടുന്ന് റോക്കറ്റിനെ ലോഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഓക്സിജനും വേണം. അത്തരത്തിലുള്ള ഒരു റോക്കറ്റിനെ, അതായത് മനുഷ്യനൊക്കെ അടങ്ങുന്ന ഒരു റോക്കറ്റിനെ വിക്ഷേപിക്കണമെങ്കിൽ ഏകദേശം 30 ടണ്ണോളം ഭാരമുള്ള ലിക്വിഡ് ഓക്സിജനാണ് വേണ്ടത്. അത് നമുക്ക് ഈ മോക്സി ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല. ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്, ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. ആ ടെസ്റ്റിംഗ് ഒരു വലിയ വിജയമായി മാറി. ഇപ്പോഴുള്ള മോക്സിയുടെ ഏകദേശം ഒരു 200 ഇരട്ടി വലിപ്പമുള്ള മോക്സി അവിടെ സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മാത്രം ഓക്സിജനെ ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യരെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കാനും പറ്റും. പെർസിവറൻസിനെ വിക്ഷേപിക്കുന്നതിന് മുമ്പ്, അതായത് മോക്സി അവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുമൊക്കെ മുമ്പ് ഗവേഷകർക്ക് ഒരു വലിയ ആകുലതയുണ്ടായിരുന്നു. മോക്സിയെ നമ്മളവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് എല്ലാ ദിവസവും എല്ലാ സീസണിലും കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും അതിന് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം മാവൻ മിഷനിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ കാലാവസ്ഥയുണ്ട്, കാലാവസ്ഥ വ്യതിയാനമുണ്ട്. എല്ലാ വർഷത്തെയും എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. ചില സമയത്തൊക്കെ ചൂട് കൂടും, ചില സമയത്തൊക്കെ തണുപ്പായിരിക്കും, ചില സമയങ്ങളിൽ കാറ്റിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ആ കാലാവസ്ഥയിലൊക്കെ മോക്സിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഓക്സിജനെ ഉണ്ടാക്കാൻ സാധിക്കുമോ? തുടർച്ചയായിട്ടുള്ള 1.5 വർഷം നീണ്ടു നിന്ന പരീക്ഷണങ്ങൾക്കൊടുവിൽ ഗവേഷകർ ഉറപ്പിച്ചു മോക്സി ഒരു വലിയ വിജയമാണ്. മോക്സിക്ക് 1.5 വർഷം തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളിൽ, പല സമയങ്ങളിൽ, പല സീസണുകളിൽ കാറ്റിൻ്റെ പല രീതിയിലുള്ള പ്രവാഹങ്ങളുണ്ടായ സാഹചര്യത്തിലൊക്കെ അതിന് പ്രവർത്തിക്കാനും ഓക്സിജനെ ഉണ്ടാക്കാനും സാധിച്ചു. പക്ഷേ പല ഘട്ടങ്ങളിലും ഓക്സിജൻ ഉണ്ടാക്കുന്ന റേറ്റിൽ വ്യത്യാസമുണ്ടായിരുന്നു. ചില സമയത്ത് വെറും 8 ഗ്രാം മാത്രം ഓക്സിജൻ ഉണ്ടാക്കി, ചില സമയത്ത് 1 മണിക്കൂർ 12 ഗ്രാം വരെ ഓക്സിജൻ ഉണ്ടാക്കി. 12 ഗ്രാമാണ് അതിൻ്റെ റെക്കോർഡ്.
2023 നാസ അനൗൺസ് ചെയ്തു മോക്സി ഒരു വലിയ വിജയമാണ്, നമുക്ക് ഇതിലും വലിപ്പമുള്ള മോക്സിയെ ഇനിയും അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു മോക്സി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് മനുഷ്യനെ ചൊവ്വാഗ്രഹത്തിലേക്ക് അയക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു സൂയിസൈഡ് മാത്രമായിരിക്കും. അങ്ങനെ സൂയിസൈഡിന് ഒരു ഗവേഷണ ഏജൻസിയും മുതിരില്ല. അവർ പൂർണ്ണമായിട്ടും സുരക്ഷിതരായി ഭൂമിയിൽ മടങ്ങി വരുന്ന രീതിയിൽ തന്നെയായിരിക്കും മിഷൻ ആസൂത്രണം ചെയ്യുന്നത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ വിജയകരമായിട്ട് കലാശിക്കുമെന്നും മനുഷ്യന് ചൊവ്വാഗ്രഹവും കീഴടക്കാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.